കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കേരളം ഓർക്കുന്ന പേരാണ് മലപ്പുറം മഞ്ചേരി സ്വദേശി ശങ്കരനാരായണൻ്റേത്. ശങ്കരനാരായണൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 75 വയസ്സായിരുന്നു. 2001 ഫെബ്രുവരി 9 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടു വരുന്ന വഴി അയൽവാസിയായ മുഹമ്മദ് കോയ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. 2002 ജൂലൈ 27 ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തി. മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതി വെറുതെ വിടുകയുണ്ടായി. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഏറെ പ്രമാദമായ കേസാണ് കൃഷ്ണപ്രിയയെ കൊലപ്പെടുത്തിയ സംഭവം. അതിനുശേഷം ആ കൊലയാളിയെ, പ്രതിയെ കൃഷ്ണപ്രിയയുടെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്ത സംഭവങ്ങളാണ് കൃഷ്ണപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ. ഇപ്പോൾ എങ്ങനെയാണ് ഈ ശങ്കരനാരായണന്റെ മരണം സംഭവിച്ചത്? വിവരങ്ങൾ. ടോമ, ഇതുമായി ബന്ധപ്പെട്ടൊരു സിനിമ പോലും മലയാളത്തിൽ ഇറങ്ങിയ ഒരു സംഭവമാണ് ഇത്. കേരളത്തിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കൃഷ്ണപ്രിയ കൊലക്കേസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2001 ഫെബ്രുവരി 9 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടുവരുന്ന വഴി അയൽവാസിയായ ശങ്കരനാരായണൻ എളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന 24 വയസ്സായിരുന്നു അയാൾക്കന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്ത സംഭവം ഉണ്ടാവുകയായിരുന്നു. ഈ കൃഷ്ണപ്രിയയുടെ പിതാവാണ് ശങ്കരനാരായണൻ. 2002 ജൂലൈ 27 പിന്നീട് ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നത്. തുടർന്ന് ഈ പ്രതിയെ പിതാവ് ശങ്കരനാരായണൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് നമ്മൾ പലപ്പോഴും ഈ കൊലപാതകമൊക്കെ ഒരു കുറ്റമാണ് എന്നൊക്കെ സമൂഹം വിലയിരുത്തുമ്പോൾ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിനെ ന്യായീകരിക്കുകയും അത്തരത്തിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മഞ്ചേരി സെഷൻസ് കോടതി പിന്നീട് ശങ്കരനാരായണനെയും മറ്റ് 2 പേരെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ വെറുതെ വിടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റ് ശത്രുക്കൾ ഉണ്ടാകുമെന്നും കാണിച്ചാണ് കോടതി അന്ന് വെറുതെ വിടുകയും മറ്റും ചെയ്തത്. അതൊക്കെ വലിയ വാർത്തയായ സംഭവങ്ങളാണ്. പിന്നീട് കൃഷ്ണപ്രിയ മരിച്ച ശേഷം ഈ പിതാവ് കണ്ണീരില്ലാതെ ഉറങ്ങിയിട്ടില്ല. വല്ലാത്തൊരു പശ്ചാത്തലമൊക്കെ ഈ പിതാവിനുണ്ടായിരുന്നു. മരിക്കുന്നത് വരെ മകളായ കൃഷ്ണപ്രിയയെക്കുറിച്ച് ഈ പിതാവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കൊലപാതകമൊക്കെ ന്യായീകരിക്കുന്ന കൊലപാതകം എന്നൊക്കെ വലിയ ഒരു വിഭാഗം ആളുകൾ വിലയിരുത്തിയ ഒരു കൊലപാതകം കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. 2 ആൺമക്കൾക്ക് ശേഷം ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ജനിച്ച ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ എന്നതുകൂടി ഓർക്കണം. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു 38 വയസ്സ് ഒക്കെ കാണേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ശങ്കരനാരായണ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ പ്രതി മുഹമ്മദ് കോയയുടെയും വീട്. ശങ്കരനാരായണൻ്റെ 2 ആൺമക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഏതായാലും ഏറെ പ്രമാദമായ ഒരു കൊലക്കേസ്, ഒപ്പം കേരളീയ സമൂഹം ഒരുപാട് ചർച്ച ചെയ്ത ഒരു കൊലക്കേസിലെ പ്രതി കൂടിയായ ശങ്കരനാരായണൻ എന്നുകൂടി ഓർക്കണം. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വിട പറയുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വളരെ മനപ്രയാസമൊക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതിൻ്റെയൊക്കെ ശാരീരിക പ്രശ്നങ്ങളുമൊക്കെ ഉള്ള ഒരാൾ കൂടിയായിരുന്നു ടോം. ഇപ്പോൾ ആ മരണം സംഭവിച്ചിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണപ്രിയയും അച്ഛൻ ശങ്കരനാരായണൻ്റെയൊക്കെ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. കാരണം ഒരു ചെറിയ പ്രായത്തിൽ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിച്ച അച്ഛൻ പിന്നീട് അതിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ പിതാവാണ് ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്.